അങ്കത്തട്ട് ഉണർന്ന രാജസ്ഥാനിൽ വോട്ടർമാരുടെ മനസ്സിലിരുപ്പിയെന്ത്? വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം മാറ്റിമറിക്കുമോ? അറിയാം ഏറ്റവും പുതിയ ഒപ്പീനിയൻ പോൾ സർവേ. വിവിധ ജില്ലകളിലായി 200 അസംബ്ലി മണ്ഡലങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ ജില്ലയിലും ഓരോ മുന്നണിക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ. സർവേയിൽ ആദ്യം നോക്കുന്ന ജില്ല ജയ്പൂരാണ്. ജയ്പൂർ ജില്ലയിൽ 19 സീറ്റുകളാണുള്ളത്. 19 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ BJP സഖ്യവും 11 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഭരത്പൂരാണ്. ഭരത്പൂരിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ BJP സഖ്യവും 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ധോൽപൂരാണ്. ധോൽപൂരിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ജുൻജുനു ആണ്. ജുൻജുനുവിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 4 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല പ്രതാപ്ഗഡ് ആണ്. പ്രതാപ്ഗഡിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബൂന്തി ജില്ലയാണ്. ബൂന്തി ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബാരൻ ആണ്. ബാരനിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP സഖ്യവും 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ചിറ്റോർഗയാണ്. ചിറ്റോർഗയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഡോങ് ആണ്. ഡോങ് ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP സഖ്യവും 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഉദയ്പൂരാണ്. ഉദയ്പൂരിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 5 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സവായ് മധേപൂർ ആണ്. സവായിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP സഖ്യവും 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ജോധ്പൂരാണ്. ജോധ്പൂരിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ BJP സഖ്യവും 5 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല രാജ്സമന്ത് ആണ്. രാജ്സമന്തിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല അജ്മീർ ആണ്. അജ്മീർ ജില്ലയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP സഖ്യവും 5 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബിക്കാനീർ ആണ്. ബിക്കാനീർ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 4 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ദൗസയാണ്. ദൗസ ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ചുരു ആണ്. ചുരു ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP സഖ്യവും 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ജയ്സാൽമീർ ആണ്. ജയ്സാൽമീറിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബൻസ്വാരയാണ്. ബൻസ്വാര ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബാർമർ ആണ്. ബാർമറിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 5 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കോട്ടയാണ്. കോട്ടയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 4 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കരൗലി ജില്ലയാണ്. കരൗലി ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും
2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല പാലിയാണ്. പാലി ജില്ലയിൽ 6 സീറ്റുകളാണ് ഉള്ളത്. 6 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 4 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഹനുമാൻഗഡ് ആണ്. ഹനുമാൻഗഡിൽ 5 സീറ്റുകളാണ് ഉള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സിക്കറാണ്. സിക്കറിൽ 8 സീറ്റുകളാണ് ഉള്ളത്. 8 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP സഖ്യവും 4 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഭിൽവാരയാണ്. ഭിൽവാരയിൽ 7 സീറ്റുകളാണ് ഉള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ BJP സഖ്യവും 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഗംഗാനഗറാണ്. ഗംഗാനഗറിൽ 6 സീറ്റുകളാണ് ഉള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 4 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ജ്വാലാവർ ആണ്. ജ്വാലാവറിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ജലോർ ആണ്. ജലോറിൽ 5 സീറ്റുകളാണ് ഉള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP സഖ്യവും 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല അൽവാർ ആണ്. അൽവാർ ജില്ലയിൽ 11 സീറ്റുകളാണ് ഉള്ളത്. 11 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ BJP സഖ്യവും 6 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല നാഗൂർ ആണ്. നാഗൂറിൽ 10 സീറ്റുകളാണ് ഉള്ളത്. 10 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ BJP സഖ്യവും 4 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സിരോഹിയാണ്. സിരോഹിയിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത. BJP സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ദുംഗർപൂർ ആണ്. ദുംഗർപൂരിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. രാജസ്ഥാൻ നിയമസഭയിലെ 200 സീറ്റുകളിൽ BJP സഖ്യം 80 സീറ്റുകൾ വരെയും കോൺഗ്രസ് സഖ്യം 108 സീറ്റുകൾ വരെയും മറ്റുള്ളവർ 12 സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത.